ഇത് ആരെയും നിങ്ങൾ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നു? ഒരു വഴിപാടിൽ ഒതുങ്ങുന്ന ഒരാളല്ല ഭഗവാൻ. നമ്മുടെ നാമജപം വിട്ട് ഒരു വഴിപാടിലേക്ക് അമ്മമാരാണ് കുട്ടികളെ വഴിതെറ്റിച്ചത്. ഒരാൾക്ക് വേണ്ടി വഴിപാട് നിങ്ങൾ ചെയ്തതുകൊണ്ട് ഞാൻ വഴിപാടിനെതിരല്ല. നിങ്ങൾ സമർപ്പിച്ചോളൂ, അല്ലേ? എന്താണ് നിങ്ങൾ നല്ല കാര്യത്തിന് വേണ്ടി നിങ്ങൾ സമർപ്പിക്കുക. അതൊരു സ്വാർത്ഥ കാര്യത്തിന് വേണ്ടി, സ്വാർത്ഥ കാര്യം നേടുന്നതിന് വേണ്ടിയിട്ടാവരുത്. നമ്മളിപ്പോൾ വഴിപാടെന്ന് പറഞ്ഞാൽ സ്വാർത്ഥ കാര്യം, ദൈവത്തിന് കൈക്കൂലി കൊടുത്ത കാര്യം നേടുകയാണ്. അതാണ് നമ്മുടെ വഴിപാട്. അപ്പം അങ്ങനെ ഒരു വഴിപാട് കൊണ്ട് തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന ആളല്ല ദൈവം. നിങ്ങൾ 9-ാം അധ്യായത്തിൽ 31 ശ്ലോകം എടുത്ത് നോക്കൂ. അവിടെ കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ട് അഭിഛേദ് സുദുരാചാര. ഒരാൾ വളരെ ദുരാചാരം, വേണ്ടാത്ത ചിന്ത ഉള്ള ഒരാളാണെങ്കിൽ പോലും ഭജതേ മാമനന്യഭാഗ്, ഭജതേ എന്ത് ചെയ്യണം? ഭജിക്കാൻ തുടങ്ങൂ. അനന്യഭാഗ്. അനന്യഭാഗ് എന്ന് പറഞ്ഞാൽ ഭഗവാനെ ഒരിക്കലും അന്യനായി കാണാതെ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നാമത്തിൽ അത്രയും മുഴുകി അതിലേക്ക് ലയിച്ച് അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിലൊക്കെ പെട്ട് ക്രമേണ നാമജപത്തിന്റെ ഭജതയെ ഭജിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സാധുരേവ സമന്തവ്യ, ഞാനവരെ സാധു, ഞാനവരെ സാധകനായി കാണും.